സേഫ്റ്റി എന്ന് പറയാൻ പറയാലോ, ഇതൊരു ഇന്റർനാഷണൽ കോഴ്സാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്തതെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുറത്ത് ഇപ്പം ഇന്ത്യക്കകത്താണ് ഇന്ത്യക്കകത്താണ് ഹിന്ദി, പുറത്തോട്ട് പോയാൽ ഇംഗ്ലീഷ് വേണം. ഈ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പ്ലേസ്മെന്റ് കിട്ടും. 6 മാസം എടുക്കേണ്ട ഫീസ് വരുന്നത് 49,000 രൂപയാണ്. ഓക്കെ, ഹായ് ഓൾ, യദുകൃഷ്ണനാണ്. അന്ന് പറഞ്ഞല്ലോ ഞാൻ സെയിൽസ് പഠിപ്പിക്കാൻ എൻ്റെ കഴിവ് തെളിയിക്കണമെന്നല്ലേ, ആ സെയിൽസിൻ്റെ ടിപ്സ് പറയാൻ. ഞാനിപ്പോൾ കഴിവ് തെളിയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ്, അതായത് ഞാൻ വർഷങ്ങളായിട്ട് ടെലികോൾ ചെയ്യുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ആദ്യ ടെലികോളിംഗ് ആണത്. ഓക്കെ, അപ്പോൾ കേട്ട് നോക്കുക, കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹലോ, ഫ്രീ ആണോ? ഓക്കെ. എൻ്റെ പേര് യദുകൃഷ്ണൻ എന്നാണേ. ഞാൻ എം എ ഗ്ലോബലിന്റെ മാർക്കറ്റിംഗ് ഹെഡാണ്. ഓക്കെ, ഏത് കോഴ്സായിരുന്നു നോക്കുന്നത്? സേഫ്റ്റി. പേരെന്തായിരുന്നു? സേഫ്റ്റിയെ കുറിച്ച് എന്തെങ്കിലും നേരത്തെ അറിയാവോ? നേരത്തെ പഠിച്ചിട്ടുള്ള വല്ലതും ആണോ? അതോ ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാരുടെ സഹകരണത്തിലും പഠിച്ചിട്ടുണ്ട്, അല്ലാതെ പഠിച്ചിട്ടില്ല? ഓക്കെ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ ഇവിടെ ഡിപ്ലോമ കോഴ്സാണ് ബേസിക്. അത് നോക്കുന്നുണ്ടോ അതോ ഹയർ ലെവലാണോ നോക്കുന്നത്? ഡിപ്ലോമ കോഴ്സ് അല്ലേ. അപ്പം ഡിപ്ലോമ എന്ന് പറയുമ്പോൾ എം എ ഗ്ലോബൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ 6 മന്ത് കോഴ്സാണ്. അതിനകത്ത് വരുമ്പോൾ ഓൺലൈൻ ബാച്ചസും ഉണ്ട്, ഓഫ്ലൈൻ ബാച്ചസും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇവിടുത്തെ നമ്മുടെ കോഴ്സിൻ്റെ ആയിട്ട് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 1 ഇയർ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസം 1 ഇയർ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം 6 മന്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഡിപ്ലോമ പഠിക്കുകയാണെങ്കിൽ 1 ഇയർ വേണം. ഇപ്പൊ 3 ഇയർ ആണ് ചോദിക്കുന്നത്, 1 ഇയർ എങ്കിലും വേണം. ദെൻ അത് കൂടാതെ നമുക്ക് ബാക്ക് ഡേറ്റഡ് ആയിട്ടും സർട്ടിഫിക്കറ്റ്. ഇപ്പൊ എത്ര ഏജ് ഉണ്ടായിരുന്നു? 22. ഓക്കെ, അപ്പം ഈ ബാക്ക് ഡേറ്റിന്റെ ആവശ്യമില്ല, കറണ്ട് ഇയർ എടുത്താൽ മതി. ദെൻ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 മാസത്തെ പ്രോഗ്രാമാണ്. ആഴ്ചയിൽ 2 ദിവസമേ ക്ലാസ് ഉള്ളൂ. ദെൻ അത് കൂടാതെ ഇത് ഓൺലൈൻ ആയിട്ടുണ്ട്. ഓൺലൈൻ ആകുമ്പോൾ രാത്രിയാണ്, 8 മണിക്കുള്ള ക്ലാസ് ആണ്. നിങ്ങൾക്ക് ജോലിയോടൊപ്പം തന്നെ ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, ഫീസിലേക്കൊക്കെ വരട്ടെ, അതിന് മുമ്പ് കാര്യം അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നോക്കിയാൽ മതി. ദെൻ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിപ്ലോമ കോഴ്സിനോട് തന്നെ സേഫ്റ്റി എന്ന് പറയാൻ പറയാലോ, ഇതൊരു ഇന്റർനാഷണൽ കോഴ്സാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്തതെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുറത്തോട്ട് പോയാൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. നാട്ടിൽ നിന്നാൽ ചുമ്മാ തെണ്ടിത്തിരിയാന്നേ ഉള്ളൂ. ഓപ്പണായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ നടത്തുന്ന ആളാകുമ്പോൾ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സിനോട് തന്നെ നമ്മൾ 2 ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അയോഷ ആൻഡ് ഓഷ. അറിയാമായിരിക്കുമല്ലോ അയോഷ ഓഷ എന്താന്ന്. ഓൾറെഡി ആരെയൊക്കെ പരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അയോഷ എന്ന് പറയുമ്പോൾ UK സ്റ്റാൻഡേർഡ് ആണ്, ഓഷ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണ്. എനിക്ക് പണ്ട് കാലത്ത് അമേരിക്കൻ UK സ്റ്റാൻഡേർഡിലാണ് ഉള്ളത് വാല്യൂ കിട്ടുന്നത്. ആണ് ഹയർ ലെവൽ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? അല്ലല്ല, പറഞ്ഞുതരാം, കുഴപ്പമില്ല. അത് നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്കാണ്. നമ്മൾ പണ്ട് എഞ്ചുപടി പഠിക്കത്തില്ലേ, അത് സേഫ്റ്റിയുടെ ഏറ്റവും സേഫ്റ്റി എന്താണെന്ന് തൊട്ടുള്ളത് ഡിപ്ലോമയ്ക്കകത്തുണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനകത്ത്. ദെൻ അത് കഴിഞ്ഞ് അയോഷ്, ഓഷ. അത് കഴിഞ്ഞ് സേഫ്റ്റിയുടെ തന്നെ ഫസ്റ്റ് എയ്ഡൂടെ പഠിപ്പിക്കും നമ്മൾ. ഇവിടത്തെ വരുന്ന ഈ ഡിപ്ലോമ കോഴ്സ് 6 മാസത്തിൻ്റെ അകത്ത് വരുന്നത് ഈ പറഞ്ഞ പോലെ ഡിപ്ലോമ വരുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് 1 ഇയർ. ദെൻ അത് കൂടാതെ അയോഷ്, ഓഷയുണ്ട്. അയോഷ്, ഓഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്ലാസിന്റെ കൂടെ തന്നെയാണ് കിട്ടുന്നത്. ഇതിനകത്തൂടെ ആഡഡ് ആയിട്ട് പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട്, 1 ഇയർ വാലിഡിറ്റി ഉള്ളത്. അത് EOSH എന്ന് പറഞ്ഞാണ്, UK ബേസ്ഡ് ആയിട്ടുള്ള തന്നെ സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഈ സേഫ്റ്റിക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, ലാംഗ്വേജ് ലൈക്ക് എന്താ, നമുക്ക് മലയാളം മാത്രം പോരാ. ഇപ്പം ഇന്ത്യക്കകത്താണ് ഹിന്ദി, പുറത്തോട്ട് പോയാൽ ഇംഗ്ലീഷ് വേണം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞോളൂ. ഇംഗ്ലീഷ് വേണം. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കണം, വേണ്ടേ? വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ. അതായത് ഡിപ്ലോമ കോഴ്സിന്റെ കൂടെ തന്നെ ഈ അയോഷിന്റെ ഓഷയുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ ഒരു ദിവസം, അപ്പോൾ ആഴ്ച 2 ദിവസത്തിനോട് 1 ദിവസം കൂടെ ആവും. ഓൺലൈനാണ്. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആഴ്ച 1 ദിവസം കിട്ടുന്നുണ്ട്, കാരണം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇത്ര ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമുക്ക് ഡിപ്ലോമ വരുന്നത്. മനസ്സിലായോ? പിന്നെ പഠിപ്പിക്കുന്ന ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് തന്ന് അല്ല നോട്ട് തന്ന് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല. 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ സൗദി അരാംകോയിൽ ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ടുള്ള ട്രെയിനറാണ് പഠിപ്പിക്കുന്നത്. അത്യാവശ്യം ഏജ് ഉണ്ട്, പക്ഷേ പുള്ളി വെടിക്കെട്ടായിട്ട് പഠിപ്പിക്കും. പേഴ്സണലി പുള്ളിയുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഡൗട്ട് ക്ലിയറിങ്ങിന് പുള്ളി ചിലപ്പോൾ വേണേൽ വീട്ടിൽ ചെന്നാൽ, ഇവിടെ സ്റ്റുഡൻസൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും കിട്ടും. ആൾ പിള്ളേരെ പഠിപ്പിക്കാൻ അത്ര കമ്മിറ്റഡാണ്.
അതുകൊണ്ട് ക്ലാസ് ഒരിക്കലും, അതായത് പുള്ളി പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് ഇൻ്റർവ്യൂവിന് എങ്ങനെ പാസ്സാവാം എന്നുള്ളൊരു സാധനമാണ് മനസ്സിലായി. പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം, നമ്മൾ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ്, നമുക്ക് അമറ്റിൻ്റെ ഗ്രൂപ്പുണ്ട് പ്ലേസ്മെൻറ്റ്. അതിൽ ഒരു മാസം ഒരു 40-50 പ്ലേസ്മെൻറ്റുകൾ വരാനുണ്ട്, ഇന്ത്യക്ക് അകത്തും പുറത്തും. ഗൾഫിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അതിനകത്ത് വരുന്ന എല്ലാ പ്ലേസ്മെൻറ്റും ഞങ്ങൾ വെരിഫൈ ചെയ്തതാണ്. സോ ഒന്നിനകത്ത് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. മനസ്സിലായോ? ഇത്ര അവന് ഗൾഫിൽ പോകണമെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു അവന് 18 എന്ന് പറഞ്ഞാൽ അവന് +2 കഴിഞ്ഞല്ലേ ഉള്ളു. എന്തേലും ഒന്നെങ്കിൽ നമുക്ക് ഡിപ്ലോമ എടുത്തിട്ട് ഡയറക്റ്റ് പോവാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഡിഗ്രിയും കൂടെ പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഡിഗ്രി പഠിക്കുന്നില്ല, അവരെ പെട്ടെന്ന് പഠിച്ച് ജോലിയാണ്. അപ്പൊ പിന്നെ സേഫ്റ്റി ഇടാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു വർഷത്തിൽ ഈ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പ്ലേസ്മെന്റ് കിട്ടും. 6 മാസം എടുക്കുക. അതിന് 1 ഇയർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് 22 ഒക്കെ ആവും. എന്നാലും ഞാൻ പറഞ്ഞ മനസ്സിലായി, നമുക്ക് പെട്ടെന്ന് ഗൾഫിൽ പോകണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്കില്ല് വേണ്ടേ? മീൻസ് എന്തെങ്കിലും ഒരു അതായത് ഇപ്പൊ ഇത് പഠിച്ചിറങ്ങിയാലും ഗൾഫിലോട്ട് പോകണേ 1 ഇയർ എക്സ്പീരിയൻസ് നാട്ടിൽ വേണം. നല്ല ഏതെങ്കിലും അങ്ങനൊന്നുമില്ല, എക്സ്പീരിയൻസ് വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ്, നമുക്ക് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പഠിക്കാൻ 40%, റിയൽ ലൈഫിൽ പോയി പണിയെടുക്കാൻ 60%. മനസ്സിലായി? അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് എന്താണ് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടുന്ന വാല്യൂ. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എക്സ്പീരിയൻസിനാണ് പ്രധാന ഘടകം. അപ്പം സർട്ടിഫിക്കറ്റുകൾ വാല്യൂ ഇല്ലെങ്കിൽ അതും പണി കിട്ടും. അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ വേണം 40%, ബാക്കി 60%. ഇപ്പം 18 വയസ്സുള്ള ഒരാൾ ഡിപ്ലോമ അടിച്ച് എല്ലാം കഴിയുമ്പോൾ ഒരു 19 വയസ്സ് കൂട്ടിക്കും. 40% സർട്ടിഫിക്കറ്റ്, 60% എക്സ്പീരിയൻസും. പുറത്തോട്ട് പോകാൻ വേണ്ടിയാണേ പറഞ്ഞു, ഇന്ത്യക്കകത്തല്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പം അനിയനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ജോയിൻ ചെയ്ത് പഠിക്കുക. 18 വയസ്സിൽ ആൾ പഠിക്കുമ്പോൾ 18-19 വയസ്സിനുള്ളിൽ പഠിച്ചു കഴിയും. ഈ 19 വയസ്സ് തൊട്ട് 20 അല്ലെങ്കിൽ 21, 1-2 വർഷം എക്സ്പീരിയൻസ് നിൽക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ പുറത്തോട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? കാരണം ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാകുമ്പോൾ മറ്റ് കമ്പനികൾക്കൊക്കെ പണി അറിയാമെന്ന് പറഞ്ഞ് ഇവനെ എടുക്കും. ഈ കൂട്ടത്തിൽ വേണം അനിയന് ഒരു 2 വർഷം കഴിയുമ്പോൾ അത്യാവശ്യം ജോലി ചെയ്ത് ഇൻകം വരും വേണേ എടുക്കാനും പറ്റും. അതുകൂടെ ആകുമ്പോൾ വാല്യൂ കൂടത്തുള്ളൂ, കുറയത്തില്ല. മനസ്സിലായോ? സർട്ടിഫിക്കറ്റുകൾ വാരി കൂട്ടുന്നതല്ല സേഫ്റ്റി യഥാർത്ഥത്തിൽ. നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഒരു സൈഡിൽ കൂടെ വേണം, കൂട്ടത്തിൽ എക്സ്പീരിയൻസും വേണം. ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ വർക്ക് സൈറ്റ് ചെന്നിട്ടാണ് ഡോക്യുമെന്റേഷൻ വരുന്നത് കൂടുതലും. ഇപ്പം ഞങ്ങളിവിടെ ഡോക്യുമെന്റേഷൻ ക്ലാസ് പണ്ട് കൊടുക്കും. പക്ഷെ ഒരു സൈറ്റിൽ മാത്രം ഡോക്യുമെന്റേഷൻ അവിടെ എപ്പോഴും വർക്ക് ആവണമെന്നില്ല. പല സ്ഥലത്തും പല ഡോക്യുമെന്റേഷനാണ്. മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് വരുന്നത്. ഇനി ഇതിന്റെ ഫീസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് ഫീസ് വരുന്നത് 49,000 രൂപയാണ്. 6 മാസത്തെ ഫീ ആണ്. 7,000 രൂപ അഡ്മിഷൻ ഫീയും ബാക്കി എമൗണ്ട് മന്ത്ലി 5,000 രൂപ EMI അടയ്ക്കാം. 6-ാം മാസം കോഴ്സ് തീരുമ്പോഴത്തേക്ക് ബാക്കി എമൗണ്ട് അടച്ചാൽ മതി. നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗുണം എന്നാ വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7,000 രൂപ അഡ്മിഷൻ എടുത്തു, ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല, റീഫണ്ട് വേണേൽ റീഫണ്ട് തരും. ഇനി ഇപ്പൊ ജോലി കിട്ടില്ല, ഫുൾ എമൗണ്ട് റീഫണ്ട് തരും. ഇന്റർവ്യൂ ഇല്ലാതെ പോകുന്ന വേക്കൻസികളുണ്ട്, അതിന് സർവീസ് ചാർജ് കൊടുക്കണം. സാലറി ചിലപ്പോൾ ആദ്യം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സാലറിന്ന് കട്ട്, ഡിപ്പെൻസ് ആണ്, ഓരോ വേക്കൻസി പോലെ ഇരിക്കും. അത് ഞങ്ങൾക്കുണ്ട്. ഇന്റർവ്യൂ ഇല്ലാത്ത കയറണമെങ്കിൽ അതും കിട്ടും. സർവീസ് സാലറി 1 മാസം സാലറി വരുന്നത്. അതിപ്പോ എന്താ 25,000 രൂപയുടെ ഒരു ജോലിയാണ്, 25,000 രൂപ സർവീസ് ചാർജ് വരും. ഗൾഫിലോട്ട് വരുമ്പോ എത്ര 80, 70, 60 ഒക്കെ വരും. ഡിപ്പെൻസ് ആണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് 50 ഒക്കെ വരും. കാരണം സാലറി കുറവായിരിക്കും. ഗൾഫിലോട്ട് കൂടുതലും പോകുന്ന എക്സ്പീരിയൻസിന് വേണ്ടിയാ. മനസ്സിലായി? അവിടെ ഷട്ട് ഡൗൺ വർക്കുകളാണ് കൂടുതലും കിട്ടുന്നത് ഫ്രഷേഴ്സിന്. മനസ്സിലായോ? എക്സ്പീരിയൻസ് എടുത്ത് ഗൾഫിലോട്ട് പോകണമെങ്കിൽ ഇപ്പൊ ഒരു 1.5 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളാണ് 70,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ എക്സ്പീരിയൻസ് എടുത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകണം, ഒന്നും കൊടുക്കണ്ട. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ സർവീസ് ചാർജ് എടുത്ത് 60 രൂപ 70 രൂപ കൊടുത്താൽ മതി. അത്രയും മതി. പ്രൊഡക്ഷൻ വരുന്നില്ല. ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് വരുന്ന കൺസ്ട്രക്ഷനിലാണ് കൂടുതലും. കാരണം ഇവിടെ കൂടുതൽ ഞാൻ പറയാം, പഠിക്കുന്ന പിള്ളേർക്ക് പണി പഠിക്കണം. അതിന് പറ്റിയ നമ്മൾ കൺസ്ട്രക്ഷനാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എളുപ്പമുള്ള പണി കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ഡോക്യുമെന്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ മൊത്തം പഠിക്കാൻ പറ്റും.
ഒരു അക്ഷരം പോലും അറിയാത്തവർ പഠിച്ചെടുക്കും. കാരണം ടൂൾ ബോക്സ് മീറ്റിംഗ് ഉണ്ട്, അറിയാമല്ലോ, ഡെയിലിയുള്ള രാവിലെയുള്ള മീറ്റിങ്ങുകൾ, പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പെർമിറ്റ് എങ്ങനെ കൊടുക്കുക, അതെല്ലാം കൺസ്ട്രക്ഷനിലാകുമ്പോൾ പെർമിറ്റൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈ പഠിപ്പിക്കുന്ന ആളുടെ പേര് ഭുവനേന്ദ്രൻ എന്നാണ്. പുള്ളി പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ് 4320 സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമ. ഞങ്ങളുടെ പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറ്റ സ്റ്റുഡൻറ് ഇൻ്റർവ്യൂവിന് കാരണം പുള്ളിക്ക് തന്നെ ഏകദേശം 50-ന് മുകളിൽ ഏജ് ഉണ്ട്. ഒറ്റ സ്റ്റുഡൻറ് ഇൻ്റർവ്യൂ, കാരണം പുള്ളിയുടെ ക്ലാസ് എല്ലാം ഇൻ്റർവ്യൂ വരും. ഞാൻ പറഞ്ഞല്ലോ, നോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് പുള്ളി പഠിപ്പിക്കുന്നത്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. ഒരു വർക്ക് സൈഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവിടുത്തെ പേപ്പർ വർക്ക് കാര്യങ്ങൾ, അവിടുത്തെ ഓരോ സാധനം, അത് വീഡിയോ ഉൾപ്പെടെ കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അഡ്മിഷൻ ഫീ അടച്ചു കഴിഞ്ഞാൽ 1 മാസം ക്ലാസ് കയറിയിട്ട് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ ഇറങ്ങിപ്പോക്കോ. 1 മാസം കൂടെ ക്ലാസ് കയറിയ പുള്ളി അതുപോലെ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അരച്ച് കലക്കി പഠിപ്പിക്കും. കയറിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം ഒരു ക്ലാസ് പോലും വേസ്റ്റ് ആകത്തില്ല. അതാണ് പുള്ളി. സ്പോക്കൺ ഇംഗ്ലീഷും അതുപോലെ തന്നെ. കാരണം ഞങ്ങൾ പറഞ്ഞേക്കുന്ന 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിരിക്കണം നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ട്രെയിനർ അതുപോലെ മനക്കെട്ടാണ് പഠിപ്പിക്കുന്നത്. 2 മലയാളികളാണ്, ഒരു പ്രശ്നമില്ല. ഭുവനേന്ദ്രനൊക്കെ നല്ല കമ്പനി, ഏജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമില്ല. പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു മോനെന്ന് വിളിച്ച് സംസാരിക്കത്തുള്ളൂ. പുള്ളി എന്നെ പോലും മോനെന്നാണ് വിളിക്കുന്നത്. ഇല്ല, ഒറ്റ രൂപ പോലും കൂടത്തില്ല. ഇത് പെർമനന്റ്. ഇത് ഈ 6 മാസം ഈ പറഞ്ഞ ഡിപ്ലോമ 1 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അയോഷ്, ഓഷ, സ്പോക്കൺ ഇംഗ്ലീഷ്, ഫസ്റ്റ് എയ്ഡിന്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഫുൾ. ഇല്ല, സെയിം ഫീസ് തന്നെ. ഈ സേഫ്റ്റി ഓഫീസർ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിപ്ലോമ കോഴ്സ് തന്നെ. അത് 6 മാസത്തെ പ്രോഗ്രാമാണ്. നമുക്ക് 21ഓളം വെറൈറ്റി ഓഫ് സർട്ടിഫിക്കറ്റുകളും ചൂസ് ചെയ്യാൻ പറ്റും. സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. ഫയർ ആൻഡ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജർ. ജോലിക്ക് കയറിയിട്ട് സർവീസ് ചാർജ് കൊടുക്കുന്ന പരിപാടിയുണ്ടോ? ജോലിക്ക് കയറിയിട്ട് സർവീസ് ചാർജ് കൊടുക്കുന്ന പരിപാടി നമുക്ക് നിലവിലില്ല. പിന്നെ നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്ത ഒരാളുടെ സർവീസ് ചാർജ് കൊടുത്ത് കാശ് പോയിട്ടുണ്ട്, ആ കാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് റീഫണ്ട് തരും. അത് വേറെ ഇവിടെ ഇല്ല. എവിടെ സ്ഥലം എവിടെയായിരുന്നു? നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു? ആലപ്പുഴ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവല്ലയാ. നേരെ AC റോഡ് വഴി കയറി ചങ്ങനാശ്ശേരി തിരുവല്ല എത്തി ടൗണിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. സർവീസ് ചാർജ് കൺഫേം. അത് സർവീസ് ചാർജ് ഗ്യാരണ്ടി ഏതാ? 1 ലക്ഷം ഒന്നും ആകത്തില്ല. ഇതുവരെ ഇവിടെ കൊടുത്ത ഒന്നും 1 ലക്ഷം രൂപ ആയിട്ടില്ല. ഇതുവരെ ആയിട്ടില്ല. ഉള്ള കാര്യം പറയല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 60, 70, 80 കൂട്ടിക്കാം മാക്സിമം. കാരണം ഒരു നമ്മുടെ അനന്തു എന്ന് പറഞ്ഞൊരു പയ്യൻ ലാസ്റ്റ് പോയത്, അവനൊരു ഓയിൽ ഫീൽഡിലേക്കാണ് പോയത്, റിഗിലേക്കാണ്. അവന് വേണ്ട 72,000 രൂപ. പക്ഷെ അവന് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ പഠിച്ച പയ്യൻ തന്നെ. അങ്ങനെ ആ ഒരു അത് വന്നിരിക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ട്രൈ ഞാൻ പറയാം, ക്ലാസ് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കയറി ജോലിയുടെ കാര്യമൊക്കെ മനസ്സിലാവും, കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. എവിടെയായിരുന്നു ജോലി ചെയ്യുന്നത്? അല്ല, എറണാകുളത്ത് ഇവിടെ ജോലി ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ഓക്കെ മനസ്സിലായി. ഓക്കെ, കുഴപ്പമില്ല. 48,000 രൂപ, 49 48,000 രൂപയാണ് ഫീസ്. ലാസ്റ്റ് ഇപ്പോ ഓഫർ വരുന്നുണ്ട്, 48,000 രൂപ ഫീസ് വരുന്നുള്ളൂ. ഇല്ലല്ലോ, 1 രൂപ പോലും കൂടത്തില്ല. അത് നമ്മൾ ഫീസ് 7,000 രൂപ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് റെസിപ്റ്റ് കിട്ടും ഓഫീസർ. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ബാലൻസ് 48,000 7,000 കഴിഞ്ഞാൽ 41,000 രൂപ ഫീസ് ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫീസും കൂടെ 1 രൂപ കൂടത്തില്ല. ഞാൻ ഗ്യാരണ്ടി, എന്റെ പേര് എഴുതി വെച്ചു, യദുകൃഷ്ണനാ ഗ്യാരണ്ടി. വേറെ ആരുമില്ല. പോരെ, ഞാൻ എന്നെക്കാളല്ലേ ഗ്യാരണ്ടി വേറെ ആര് തരാനാ? അപ്പോ അതുകൊണ്ട് അപ്പൊ എന്നത്തേക്ക് ജോയിൻ ആകാൻ പറ്റും? മാർച്ചൊക്കെ ആകുമ്പോഴോ? ഞാനിപ്പോ ഞാൻ പറയട്ടെ, മാർച്ചിലേക്ക് ജോയിൻ ആവുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് 2-ാം തീയതി പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്, 2, 3. ഇപ്പൊ ജോയിൻ ചെയ്താൽ മാർച്ചിലേക്ക് തീരും. ജോയിൻ ചെയ്യാൻ പറ്റുമോ? അല്ല, ഒന്നിച്ച് അത് അവൻ പുള്ളി മാർച്ച് ചേർന്നുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഈ ബാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പിള്ളേർ ഒരു 15-20 പേരുള്ളൂ. അപ്പൊ പുള്ളി നല്ലപോലെ പഠിപ്പിക്കും. മാർച്ചിലാകുമ്പോൾ സീസണാ, എണ്ണം കൂടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എണ്ണം കൂടുമ്പോൾ തിരക്കായിരിക്കും, പുള്ളിക്കും തിരക്ക് വരും. ഞാൻ പറഞ്ഞ ഇപ്പോഴാണെങ്കിൽ ബാച്ചാ. അപ്പൊ പറ്റുമെന്നുണ്ടെങ്കിൽ കയറുക. ഞാൻ നിർബന്ധിക്കുന്നില്ല, മാർച്ച് കയറിയാൽ മതി. എനിക്ക് ഒരു നിർബന്ധമില്ല, കാരണം മാർച്ചിൽ സെയിം ഫീസ് തരാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ കാരണം അടുത്ത ആഴ്ച തുടങ്ങുന്ന ഇപ്പൊ 7,000 രൂപ ഇല്ലെങ്കിൽ ഒരു 2,000, 3,000 സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിക്കോ. കുറച്ച് മന്തിൽ അടച്ചാൽ മതി EMI.
5,000 വെച്ച് EMI അടയ്ക്കുക. അടുത്ത മാസം തൊട്ട് 5,000, ഇപ്പം ഒരു 2,000-3,000 അടച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യാം. ലാസ്റ്റ് അല്ലേ വരുന്നത്, അത് നമുക്ക് ഡിപ്ലോമയുടെ ഇടയ്ക്ക് പറയാം. കാരണം ഇപ്പം നിങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്. ഞാനിപ്പോൾ പറയാം, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിങ്ങൾ കോൺടാക്ട് ചെയ്യും, നിർബന്ധിക്കും. ഞാൻ പറയാം എടുക്കരുത്. കാരണം വെച്ചാൽ ഒരു ഹൈ ലെവൽ കോഴ്സാണ്, നിങ്ങളുടെ നെക്സ്റ്റ് ലെവലാണ്. ആ കോഴ്സ് ഇപ്പം കയറി എടുത്തു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഡിപ്ലോമ നിങ്ങൾ വിട്ടു. ഡിപ്ലോമ എഞ്ചുപടിയാണ്. അപ്പോൾ ഇത് പഠിക്കാതെ, അതായത് ബേസിക്, അതായത് അടിത്തറയില്ല പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറും സർട്ടിഫിക്കറ്റ് മാത്രം. കാരണം ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ബബബ അടിക്കും. ഉള്ള ഒരാൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രയും കട്ടിയുള്ളതായിരിക്കും നിങ്ങളോട്. പക്ഷേ ഡിപ്ലോമ ഉള്ള ഒരാളോട് ഇത്ര ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ പറയുന്നത് ഡിപ്ലോമ പഠിച്ചതിന് ശേഷം ഞങ്ങൾ തരുന്ന പ്ലേസ്മെന്റ് വഴി ജോലിക്ക് കയറി എൻ്റെ സജഷൻ. ഞാൻ എല്ലാ പിള്ളേരോടും അങ്ങനെയാണ് പറയുന്നത്. പറഞ്ഞോളൂ. അത് പറ. കാരണം സൈറ്റിനെ പറ്റി ഒരു കോഴ്സ് ഇന്റർനാഷണലി വാല്യൂ ഉള്ള ലെവൽ 3 ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു സർട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ചെറുതായിട്ട് പറയാം. ഞാൻ പറഞ്ഞ നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ സേഫ്റ്റിയെ തന്നെ വെറുത്തു പോകും. അതുകൊണ്ട് ഏറ്റവും ഇപ്പം ഇതിനകത്ത് തന്നെ 2 ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ 1 ഇയർ. ഫസ്റ്റ് എയ്ഡറായിട്ട് വരെ നിങ്ങൾക്ക് ജോലിക്ക് കയറാം. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും, 1 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. കംപ്ലീറ്റ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഒരു പാക്കേജായിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും ഈ ഒരു ഫീസിൽ തന്നെ. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് നോക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങും. എങ്ങനെയാണ് അല്ല എന്നത്തേക്ക് നമുക്ക് ജോയിൻ ആകാൻ പറ്റുമായിരിക്കും? മാർച്ചിലേക്കേ പറ്റുള്ളൂ. അടുത്ത മാസം നോക്കുന്നുണ്ടോ? മാർച്ചിൽ എങ്ങനെ നമ്മൾ ഓർക്കും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാല്? പേര് അപ്പൊ എന്റെ പേര് യദുകൃഷ്ണൻ എന്നല്ലേ അറിയുള്ളൂ. വേറെ ഞാനിപ്പോ അങ്ങോട്ട് ഇപ്പൊ നിങ്ങൾ വിട്ടാൽ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തുവാ? കേക്കട്ടെ. കുഴിമന്തി. കുഴിമന്തി പറഞ്ഞ ഓർക്കോ? ഏത് കുഴിമന്തി ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏത് ഹോട്ടലിലെയാ? എല്ലാം കഴിക്കും. വേറെ എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമോ വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ കുഴിമന്തി അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഓർമ്മിച്ചാൽ മതിയല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ അനിയനെ കൊണ്ട് വിളിപ്പിരി കേട്ടോ. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ചേരുക. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം കേട്ടോ. ഓക്കെ, ശരി.